കാരണമായത് ആദ്യ മനുഷ്യനായ ആദാം അനുസരണക്കേട് കാണിച്ച നിമിത്തമാണ്. ആദാം എന്ന മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമായിരുന്നു. ദൈവത്തെക്കാൾ അല്പം താഴ്ത്തപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ മനസ്സിനക്കേട് കാണിച്ച നിമിത്തമാണ് പാപവും മരണവും ഭൂമിയിൽ വരുവാൻ കാരണമായത്. പാപത്തിലേക്ക് പോയ മനുഷ്യൻ, മരണത്തിലേക്ക് പോയ മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിക്കുവാൻ തുടങ്ങി. ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവത്തെ മനുഷ്യൻ സൃഷ്ടിക്കുവാനിട വന്നു. ഇന്നും ദൈവത്തെ മനുഷ്യൻ സൃഷ്ടിച്ചുകൊണ്ട് അതിനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പല കാലഘട്ടങ്ങളിലും ദൈവത്തിന്റെ കോപം മനുഷ്യന്റെ മേൽ വരികയും പല സമയങ്ങളിൽ മനുഷ്യൻ ഇല്ലായ്മ ചെയ്യുകയും എന്നാൽ ഇനി താൻ സൃഷ്ടിച്ച മനുഷ്യനെ നശിപ്പിക്കില്ല സത്യം ചെയ്യുകയും തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പേ എന്റെ ഈ നിങ്ങളുടെ ശാപത്തെയും പാപത്തെയും മരണത്തെയും വഹിച്ചുകൊണ്ട് കാൽവരിയിൽ യാഗമാകുകയും കല്ലറ ഭേദിച്ചുകൊണ്ട് 3-ാം നാൾ പുറത്തു വന്ന് ഞാൻ വീണ്ടും മടങ്ങി വരുന്നു പറഞ്ഞു പോയിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പരവർത്തിക്കുന്ന ഈ ആസന്ന വേളയിൽ ഈ സുവിശേഷം എല്ലാവരും അറിയണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയും സുവിശേഷം അറിയിക്കണമെന്നുള്ള നിർബന്ധവുമാണ് ഈ സന്ദേശവുമായി ഇവിടെ വരുവാൻ കാരണമാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്കൊരു മോചനം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ സൗജന്യമായ